ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ 1ാമത്തെ പാഠമാണ്. 2 മാസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് കൂട്ടുകാർ ക്ലാസ്സിലെത്തിയിരിക്കുകയാണല്ലോ. നമ്മുടെ അടിസ്ഥാന പാഠാവലിയിലെ 1ാമത്തെ പാഠമായ മനസ്സു തുറക്കാം എന്ന പാഠഭാഗത്ത് ഒരു കുട്ടി ഇങ്ങനെ പുസ്തകത്തിൽ നോക്കി ഇങ്ങനെ ഇരിപ്പാണ്. അവളുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ട്, അതൊക്കെ ഒന്ന് പുറത്തെടുക്കണം. അവളുടെ ഉള്ളിൽ കിടന്ന് ഉറങ്ങുന്ന സർഗവാസനകളെ പുറത്തു കൊണ്ടുവരണം. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളുടെ മനസ്സിലും ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുകയാണ് അല്ലേ? ഈ 2 മാസം നിങ്ങൾ പോയ യാത്രകൾ, കളികൾ, ഉത്സവങ്ങൾ, നിങ്ങൾ കഴിച്ച ഭക്ഷണങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കണം. അതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിലെ കൂട്ടുകാരോടൊപ്പം പങ്കുവയ്ക്കുമല്ലോ. അപ്പോൾ നമ്മുടെ പാഠഭാഗത്തേക്ക് കടക്കും മുമ്പ് ഞാനൊരു കഥ പറഞ്ഞു തരാം. വിജയനഗര സാമ്രാജ്യത്തിലെ രാജാവായിരുന്ന കൃഷ്ണദേവരായരുടെ മന്ത്രിയായിരുന്നു തെനാലി രാമൻ. എപ്പോഴും ഫലിതങ്ങളൊക്കെ പറഞ്ഞ് രാജാവിനെ ചിരിപ്പിക്കും. അതുകൊണ്ട് തന്നെ രാജാവിന് ഒരുപാട് ഇഷ്ടമായിരുന്നു തെനാലിയെ. ഇത് സേനാധിപതിക്ക് ഇഷ്ടവും അല്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം കൃഷ്ണദേവരായർ രാജാവ് നർമ്മദാ നദിയുടെ തീരത്തേക്ക് പോയി. കുറേ രാജ്യങ്ങളൊക്കെ വെട്ടിപ്പിടിച്ച് യുദ്ധത്തിൽ ജയിച്ചിട്ടുള്ള പോക്കാണ്. അവിടെ ഒരു സന്യാസി തപസ്സിരിക്കുന്നത് കണ്ടു. സന്യാസി എങ്ങനെയാണെന്നോ ഇരുന്നിരുന്നത്? കാലെല്ലാം നിലത്ത് മുട്ടാതെ ഇങ്ങനെ പൊങ്ങിയിരിക്കുകയാണ് വായുവിൽ. അപ്പോൾ തന്നെ രാജാവിന് മനസ്സിലായി, ഈ സന്യാസി ചില്ലറക്കാരനല്ല. അങ്ങനെ രാജാവ് സന്യാസിയുടെ മുന്നിൽ ചെന്ന് ചോദിച്ചു, അല്ലയോ മുനേ, എന്താണ് അങ്ങ് ഇങ്ങനെ നിലത്ത് മുട്ടാതെ ഇരിക്കുന്നത്? അങ്ങയുടെ കഴിവ് ഞാനിതിൽ കാണുന്നു. അപ്പോൾ മെല്ലെ കണ്ണു തുറന്ന സന്യാസി രാജാവിനോട് ഇങ്ങനെ പറഞ്ഞു, അങ്ങയുടെ മുഖത്ത് ദുഃഖമാണല്ലോ, എന്തുപറ്റി? രാജ്യങ്ങളെയൊക്കെ തോൽപ്പിച്ച് യുദ്ധത്തിൽ ജയിച്ചു വന്ന രാജാവിൻ്റെ മുഖം സന്തോഷമല്ലേ ആവേണ്ടത്? അപ്പൊ രാജാവ് പറഞ്ഞു, ഒരുപാട് ആളുകൾ മരിച്ചു, എൻ്റെ ഖജനാവ് ശൂന്യമാണ്, എൻ്റെ ഖജനാവിൽ 5 പൈസയില്ല, അതുകൊണ്ട് ഞാൻ ദുഃഖിതനാണ്. ഇതറിഞ്ഞ സന്യാസി രാജാവിനോട് പറഞ്ഞു, എനിക്കത് മനസ്സിലായി, അങ്ങയുടെ മുഖത്ത് ഞാനത് കാണുന്നു. അങ്ങൊരു കാര്യം ചെയ്യൂ, ഞാനൊരു പാത്രം തരാം, നർമ്മദയിൽ പോയി ആ പാത്രം നിറച്ച് വെള്ളം കൊണ്ടുവരൂ. രാജാവ് അത് കേട്ടതും വേഗം പോയി പാത്രം നിറച്ച് വെള്ളം കൊണ്ടുവന്നു. ഈ വെള്ളം തുളുമ്പാതെ അങ്ങയുടെ ഖജനാവിൽ കൊണ്ടുപോയി തെളിക്കൂ, അങ്ങയുടെ കൊട്ടാരത്തിലെ പെട്ടിയിൽ കൊണ്ടുപോയി തെളിക്കൂ, നിറയെ സമ്പത്തുണ്ടാവും. ഇത് കേട്ട രാജാവിന് സന്തോഷമായി. പക്ഷേ ആ പാത്രത്തിൽ വെള്ളം തുളുമ്പാതെ എങ്ങനെ ഇത്രയും ദൂരം വിജയനഗര സാമ്രാജ്യത്തിൽ എത്തിക്കും? രാജാവ് ആകെ വിഷമത്തിലായി. അപ്പോഴാണ് സേനാധിപതി ഇങ്ങനെ പറഞ്ഞത്, നമ്മുടെ മന്ത്രിയായ തെനാലി രാമൻ അത് സാധിക്കും. തെനാലിയുടെ കയ്യിൽ ഈ പാത്രം കൊടുക്കാം. രാജാവ് തെനാലിയെ വിളിക്കാൻ പോയി സേനാധിപതിയോടൊപ്പം. തെനാലി കൂർക്കം വലിച്ച് കിടന്നുറങ്ങുകയാണ്. ഇത് കാട്ടിക്കൊടുത്ത സേനാധിപതി ഇങ്ങനെ പറഞ്ഞു, കണ്ടോ, ഒരു മന്ത്രി ഉറങ്ങുകയാണ് ചെയ്യുന്നത്. രാജാവ് തെനാലിയെ കൊട്ടി വിളിച്ചു, തെനാലി, എന്താണ് നീ ചെയ്യുന്നത്? രാജ്യത്ത് എത്രയോ കാര്യങ്ങൾ നോക്കി ചെയ്യാൻ കിടക്കുന്നു, നിന്റെ ഉറക്കം മതിയാക്കൂ. അപ്പോൾ തെനാലി എണീറ്റു, എനിക്ക് ചെയ്യാൻ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാനത് ഉറങ്ങാതെ ചെയ്യും. ഇപ്പോൾ എനിക്കൊന്നും ചെയ്യാനില്ല, അങ്ങ് പറയൂ, എന്തെങ്കിലും ജോലി തരൂ, ഞാനത് ചെയ്യും. തെനാലിയുടെ ഈ വാക്കുകൾ കേട്ട് സേനാധിപതി ചിരിച്ചു. ഇന്ന് നിനക്കൊരു പണി കിട്ടും. വെള്ളം തുളുമ്പാതെ നീ എങ്ങനെ കൊട്ടാരത്തിലേക്ക് എത്തിക്കുമെന്ന് കാണാലോ. അപ്പൊ രാജാവ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നദീതീരത്ത് പോയതും സന്യാസിയെ കണ്ടതും വെള്ളം കിട്ടിയതും ഖജനാവിനെ രക്ഷിക്കാൻ വേണ്ടി താപസൻ പറഞ്ഞ കാര്യങ്ങളും എല്ലാം പറഞ്ഞു. ഇതാണോ ഇപ്പോൾ വലിയ കാര്യം? ഞാനതേറ്റു, ആ പാത്രം ഇങ്ങോട്ട് തരൂ. തെനാലി പാത്രം വാങ്ങി വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി. പാത്രവുമായി തിരിച്ചു വന്നു. രഥത്തിൽ കയറി. സേനാധിപതി രഥം തെളിച്ചു. കുലുക്കി വണ്ടിയെല്ലാം കുലുക്കി മറിച്ച് ഈ വെള്ളം തുളുമ്പണം, തെനാലിയെ രാജാവ് പുറത്താക്കണം. അതായിരുന്നു സേനാധിപതിയുടെ ആഗ്രഹം. അങ്ങനെ കൊട്ടാരത്തിലെത്തി. രാജാവ് പറഞ്ഞു, ആ പാത്രം കൊണ്ടുവരൂ, ഖജനാവിൽ തെളിക്കട്ടെ. തെനാലി മെല്ലെ പാത്രം കൊണ്ടുവന്നു.
ഒരു തുള്ളി വെള്ളം പോലും പോയിട്ടില്ലല്ലോ, എന്തു പറ്റി? ഞാനതൊരു തോൽസഞ്ചിയിൽ കെട്ടി അതിൻ്റെ വായ മൂടി കെട്ടിയിട്ടാണ് കൊണ്ടുവന്നത്. ഞാൻ ഉറങ്ങുകയായിരുന്നു രഥത്തിൽ കടന്നിട്ട്. ഒരു തുള്ളി വെള്ളം പോലും പോയതുമില്ല. ഇത് കണ്ട് സേനാധിപതി വാ ഒളിച്ചുപോയി. തെനാലി ഉറക്കെ പൊട്ടി പൊട്ടി ചിരിച്ചു. രാജാവും ചിരിച്ചു. അവരുടെ രാജ്യത്തെ കഷ്ടപ്പാടും തീർന്നു. ഉടനെ തന്നെ രാജാവ് തെനാലിക്ക് വേണ്ട എല്ലാ സമ്മാനങ്ങളും കൊടുത്തു. സേനാധിപതി തലയും താത്തി അവിടെ നിന്നു. ഇങ്ങനെ ഒരുപാട് കഥകൾ, തെനാലിരാമൻ കഥകൾ കൂട്ടുകാർക്ക് വായിക്കാൻ പറ്റും. അത് ലൈബ്രറിയിൽ കാണും, തെനാലിരാമൻ കഥകൾ. അപ്പോൾ നമുക്കിവിടെ ഒരു തെനാലിരാമൻ കഥ തന്നെയാണ് പഠിക്കാനുള്ളത്. നമ്മുടെ സ്വന്തം ഭാഷ, നമ്മുടെ മാതൃഭാഷ, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ സ്വന്തം ഭാഷ എന്ന ഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ ഒരു തെനാലിരാമൻ കഥയാണ് ആദ്യമായി കൊടുത്തിട്ടുള്ളത്. ഒരു വിദ്വാൻ കൃഷ്ണദേവരായരുടെ അരമനയിൽ എത്തിച്ചേർന്നു. മുഖം കാണിച്ചിട്ട് പറഞ്ഞു, രാജാവേ, എനിക്ക് നിരവധി ഭാഷകളിൽ പ്രാവീണ്യമുണ്ട്. പക്ഷേ എൻ്റെ മാതൃഭാഷ ഏതെന്ന് ഞാൻ പറയില്ല. അത് കണ്ടുപിടിക്കേണ്ടത് അങ്ങയുടെ സദസ്സിലെ വിദ്വാൻമാരാണ്. അപ്പോൾ 8 വിദ്വാൻമാരാണ് സദസ്സിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഉടനെ തന്നെ രാജാവ് തെനാലിയോട് വരാൻ പറയും. എടോ തെനാലി, ദാ ഒരു വിദ്വാൻ വന്നിട്ടുണ്ട്. അവൻ്റെ മാതൃഭാഷ നമുക്ക് കണ്ടുപിടിക്കണം. എന്താണ് അതിനൊരു വഴി? തെനാലി ഇങ്ങനെ ആലോചിച്ചു. ഓ, അവനെ ഇങ്ങോട്ട് വിട്ടുതരൂ, അദ്ദേഹത്തെ ഇങ്ങോട്ട് വിട്ടുതരൂ, ഞാൻ വേണ്ടത് ചെയ്യാം. ഉടനെ തന്നെ വിദ്വാനെ തെനാലിയുടെ അടുത്തേക്ക് രാജാവ് പറഞ്ഞു വിട്ടു. സദസ്സിൽ തന്നെയാണ് സംഭവം. അപ്പോൾ തെനാലിയുടെ അടുത്തെത്തിയ ഈ വിദ്വാന്റെ കാലിലേക്ക് ആഞ്ഞൊരു ചവിട്ട് തെനാലി. അവൻ ഉറക്കെ വിളിച്ചു, അലറി വിളിച്ചു, അമ്മേ! ആ ചിത്രമാണ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത്. തെനാലി വിദ്വാന്റെ കാലിൽ ചവിട്ടുന്ന ആ ഒരു രംഗം. അമ്മേ എന്നാണ് അവൻ വിളിച്ചത്. അപ്പോൾ അവൻ്റെ മാതൃഭാഷയാണ് അവൻ്റെ വായിൽ നിന്നും പുറത്തു വന്നത്. അപ്പോൾ നമ്മുടെ അനുഭവവും അറിവും എത്രത്തോളം എവിടേക്ക് എത്തിയാലും നമുക്ക് നമ്മുടെ മാതൃഭാഷയോടുള്ള കൂറാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. ഈ കഥ വായിച്ചപ്പോൾ കൂട്ടുകാർക്ക് എന്താണ് മനസ്സിലായത്? നമ്മുടെ വികാരങ്ങൾ ശക്തമായി പ്രകടിപ്പിക്കാൻ മാത്രമല്ല, നമ്മെ ചേർത്ത് നിർത്താനും മാതൃഭാഷയ്ക്ക് കഴിയും. അപ്പോൾ ഈ പാഠത്തിൻ്റെ മറ്റൊരു ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.